ഹായ് ദേർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSSലുള്ള ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, CSSൽ 2D ആൻഡ് 3D ട്രാൻസ്ഫോം, രണ്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് ഉണ്ട്. ട്രാൻസ്ഫോം പ്രോപ്പർട്ടി എന്തിനാന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എലിമെന്റ് ഏതെങ്കിലും ഒരു പ്ലേസിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേസിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ട്രാൻസ്ഫോമിന്റെ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ട്രാൻസ്ഫോമിന്റെ ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, സ്കെയിൽ എക്സ്, സ്കെയിൽ വൈ, സ്ക്യൂ എക്സ്, സ്ക്യൂ വൈ, അതുപോലെ തന്നെ സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, മെട്രിക്സ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ട്രാൻസ്ഫോമിന്റെ അകത്ത് പഠിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2D ട്രാൻസ്ഫോമിന്റെ അകത്ത്. 3D ട്രാൻസ്ഫോമിന്റെ അകത്തും ഇതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലാണ്. സ്കെയിൽ എക്സും വൈയും ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവിഷൻ പ്രോപ്പർട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോകണം. ആദ്യം നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. അതിനുശേഷം ഇതിനൊരു വിഡ്ത് ആൻഡ് ഹൈറ്റ് കൊടുക്കുവാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതിന്റെ ഒറിജിനൽ സൈസ് സ്കെയിൽ ചെയ്ത് വലുതാക്കാനോ ചെറുതാക്കാനായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, സോ സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫോം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അത് സ്കെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈസ് വലുതാവുന്നതായിരിക്കും. ഓക്കെ, സോ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. അതിനുശേഷം സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എടുക്കാം. ഓക്കെ, സ്കെയിൽ എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്കെയിൽ 3D നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ 2D പ്രോപ്പർട്ടീസിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് സ്കെയിൽ 2 എന്ന് പറഞ്ഞു കൊടുത്തപ്പം അതിന്റെ ഒറിജിനൽ സൈസ് 2 ഇരട്ടി വലുതാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒറിജിനൽ സൈസ്. 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2x വീണ്ടും സൈസ് ഡബിൾ ആകുന്നതായിരിക്കും. ഇനി 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വലുതാവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലേക്കുള്ള സൈസും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ 4 എന്ന് കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ ജസ്റ്റ് 8 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, 4 8 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ പ്രോപ്പർട്ടി, ആദ്യത്തെ 4 എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി വിട്ട് വെച്ചിട്ടുണ്ട്. 8 എന്ന് കൊടുക്കുമ്പോൾ അതിന്റെ 8 ഇരട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ 8 എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ വാല്യൂ നമ്മൾ ഒരു വാല്യൂ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വിഡ്ത് ആൻഡ് ഹൈറ്റ് മാത്രമേ മാറ്റർ ആയിരിക്കുള്ളൂ. ബട്ട് നമ്മൾ 2 വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടും ഹൈറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു വാല്യൂ മാത്രം, ഇപ്പൊ 4 മാത്രം കൊടുത്തിരിക്കുന്നെങ്കിൽ വിട്ടും ഹൈറ്റും 4 തന്നെയായിരിക്കും. ഓക്കെ, ബട്ട് നമുക്ക് ഹൈറ്റ് വേറെ ഡിഫറൻസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ, ഹൈറ്റ് മാത്രമായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ ഇട്ടതിന് ശേഷം 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 8 ഇരട്ടിയായിട്ട് വരുന്നതായിരിക്കും. സോ ഇതാണ് സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ, അതായത് അതിന്റെ ഒറിജിനൽ സൈസിൽ എങ്ങനെയാണോ അതേ സൈസിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അതിന്റെ ആ ഒരു സൈസിൽ നിന്ന് വലുതാക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ എക്സ് ആണ്. സ്കെയിൽ എക്സ്, സ്കെയിൽ വൈ എന്ന് പറഞ്ഞ രണ്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. സ്കെയിൽ എക്സും വൈയും. ഓക്കെ, സ്കെയിൽ എക്സും വൈയും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വിട്ട് മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ സ്കെയിൽ എക്സും വൈയും ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നോർമലായിട്ട്. ഓക്കെ, സ്കെയിൽ എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. എന്നിട്ട് ശേഷം ഞാൻ ഇവിടെ 8 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, 8 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിട്ട് മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത്, ഹൈറ്റ് ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ സ്കെയിൽ വൈ എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഹൈറ്റ് മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ, വിട്ട് ചേഞ്ച് ആയിരിക്കില്ല. ഓക്കെ, സ്കെയിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. ഒരേ വാല്യൂ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ രണ്ടിനെയും മാറ്റർ ചെയ്യുന്നതായിരിക്കും. ഇനി സ്കെയിൽ എക്സ് വൈ, അതായത് വിട്ട് ആൻഡ് ഹൈറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എക്സ് ഓർ വൈ അങ്ങനത്തെ വാല്യൂസ് മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് സ്കെയിൽ എന്ന് പറഞ്ഞ മെത്തേഡ്. സ്കെയിൽ എന്ന് പറഞ്ഞ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ഒറിജിനൽ സൈസിൽ നിന്ന് സൈസ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് സ്കെയിൽ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ്. സ്ക്യൂവിലും ഇതുപോലെ തന്നെ എക്സ് ആൻഡ് വൈ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യം നമുക്ക് സ്ക്യൂ എക്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, SKEW എന്നാണ് സ്ക്യൂ എന്ന് പറഞ്ഞ സ്പെല്ലിങ്. അതിനുശേഷം സ്ക്യൂ എക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സ്ക്യൂ എക്സ് എന്ന് പറഞ്ഞതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 50 ഡിഗ്രി, അതായത് 50 ഡിഗ്രി ആയിട്ട് സ്ക്യൂ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു 2 അല്ലെങ്കിൽ 300 പിക്സൽസ് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെയും ഞാൻ വിഡ്ത്തിൽ ഒരു 300 പിക്സൽസ് വെക്കുവാണ്. ഓക്കെ,
ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ സ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ വരുന്നതായിരിക്കും. ഓക്കെ, 90 ഡിഗ്രി കൊടുക്കുക. 90 ഡിഗ്രി കൊടുക്കുമ്പോൾ അത് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഇപ്പം ഞാൻ 180 ഡിഗ്രി കൊടുക്കുവാണ്. 180 ഡിഗ്രി കൊടുക്കുമ്പം അത് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത്. 10 എന്ന് പറഞ്ഞു വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് വരുന്നതായിരിക്കും. 90 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ആക്ച്വലി ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ലൈൻ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലൈൻ മാത്രമാണ്. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള കാര്യമാണ്. ഇതിന് നമ്മൾ തിക്നെസ് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ മാത്രമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ലൈൻ മാത്രമായിട്ട് കാണുമ്പോൾ ഇതിന് ആക്ച്വലി നമ്മൾ ഇത് 2D ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, 2D ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ലെന്ത് ഉണ്ട്, അതുപോലെ തന്നെ വിട്ടും ഉണ്ട്. അതായത് വിട്ടും ഹൈറ്റും ഇതിൻ്റെ അകത്തുണ്ട്, വിട്ടും ഹൈറ്റും ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് പുറകിലേക്കുള്ള കാര്യങ്ങൾ ഇതിനില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. 90 ഡിഗ്രി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു ജസ്റ്റ് ഒരു ബോക്സ് മാത്രമാണ്. ഇതൊരു ക്യൂബ് ആണെങ്കിൽ ഇതിന്റെ പുറകിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാലും കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഇത് ആ പ്ലെയിനിലേക്ക് വരുന്ന പോലെ. ഇപ്പോൾ 80 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് കണ്ടോ, 80 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രേ വരത്തുള്ളൂ. ഇനി ഞാനിപ്പോൾ 89 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈൻ മാത്രമായിട്ട് വരും. കണ്ടോ, ഇതുപോലെ ഒരു ലൈൻ മാത്രമായിട്ട് വരും. ഓക്കെ, അത് ഞാൻ 19 ഡിഗ്രി ആക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാവും. ഓക്കെ, ഇപ്പൊ 90 ഡിഗ്രിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ 91 ആക്കി കഴിഞ്ഞാലും നമുക്കിതുപോലെ ഒരു ലൈൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, 110 കൊടുക്കുമ്പം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, 180 വരെയാണ് മാക്സിമം ഉള്ളത്. 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0 to 180 ഡിഗ്രിയാണ് ഇതിൻ്റെ അകത്ത് നോർമലായിട്ട് കൊടുക്കുന്നത്. 0 ഡിഗ്രി എന്ന് കൊടുക്കുവാണ് നോർമൽ ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ 180 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു പൊസിഷനിൽ തന്നെയായിരിക്കും ഇരിക്കുക. ഓക്കെ, സോ 0 to 180 ഇൻ ബിറ്റ്വീനുള്ള എത്ര വാല്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്ത് നോക്കാവുന്നതാണ്. 1 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സ്ക്യൂ ആയിട്ട് വരുന്നതായിരിക്കും. 10 ഡിഗ്രി എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവത്തുള്ളൂ. 5 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ കുറച്ചൊക്കെ ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതേ രീതി തന്നെയാണ് സ്ക്യൂ വൈ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്യൂ എക്സും വൈയും നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. സ്ക്യൂ എക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്ക്യൂ എക്സ് ഉപയോഗിക്കുമ്പം ഏത് സൈഡിലേക്കാണ് ഇത് റൊട്ടേറ്റ് ആവുന്നത്? ഈ ഒരു സൈഡിലേക്ക്. ഇങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ആവുന്നതെങ്കിൽ ഇവിടെ, അതായത് ഇതിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ. സ്ക്യൂ വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. കണ്ടോ, ഇവിടുന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നേരത്തെ ഇവിടെ ഈ സൈഡിൽ വന്നിരുന്ന, അതായത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിരുന്ന ഈ ലൈന് ഇപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 0 to 180 ഡിഗ്രി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് റൊട്ടേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 50 കൊടുക്കുമ്പം ഇതുപോലെ റൊട്ടേറ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സാധാരണ ഇത് 2D 3D എന്ന് പറഞ്ഞ രണ്ട് കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് സ്ക്യൂ എക്സ് ആൻഡ് വൈ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് സ്ക്യൂ എന്ന ഒരൊറ്റ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കും. എക്സും വൈയും നമുക്ക് ഒരേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ നേരത്തെ എക്സും വൈയും ഒരേ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഒറ്റ വാല്യൂ തന്നെ കൊടുക്കാം. ഇനി 2 വാല്യൂസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കോമയിട്ട്, നമ്മൾ സ്കെയിലിൻ്റെ അകത്ത് കോമയിട്ട് ഉപയോഗിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തും കോമയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ ഇപ്പോൾ നമുക്കൊരു 40 ഡിഗ്രി കൊടുക്കാം. DG എന്ന് നമ്മൾ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനി കോമ ഇട്ടിട്ട് ഇതിന്റെ അകത്ത് എനിക്ക് അടുത്തതിൽ ഒരു 60 ഡിഗ്രി കൊടുക്കണമെങ്കിൽ DG എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടി ഒക്കെ നമ്മളിപ്പം ഒരു 3D ഇല്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇല്ലാത്തൊരു സാധനത്തിന്റെ ഒരു മൊബൈലൊക്കെ ഇങ്ങനെ 3D പോപ്പപ്പ് ചെയ്ത് വരുന്ന പോലെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോമിന്റെ സ്ക്യൂ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അത് ആ ഒരു ലെക്ചറിൽ നിങ്ങളെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടി എന്തിനാണ് ഉപയോഗിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ബട്ട് ഇത് ആ ഒരു സെക്ഷനിൽ, അതായത് ഇതിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്യൂ പ്രോപ്പർട്ടിനെ കുറിച്ച് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, ഇനി അതായത് ഇത് സാധാരണ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ബട്ട് ഒരു 3D റൊട്ടേഷൻ ആണ്. ഓക്കെ, അതിനാണ് സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ,
ഇനി ഇതിൻ്റെ അത് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടി, ഇപ്പോൾ സ്ക്യൂ പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൊട്ടേറ്റ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, റൊട്ടേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. റൊട്ടേറ്റിലും ഉണ്ട് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൊട്ടേറ്റ് എക്സ്, റൊട്ടേറ്റ് വൈ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ റൊട്ടേറ്റ് എക്സ് ഡയറക്ഷനിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആംഗിളിന്റെ സ്ഥാനത്ത് നമ്മൾ എത്രയാണ് ആംഗിൾ കൊടുക്കേണ്ടത് അതാണ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡബിൾ കോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് സ്ട്രിങ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ആംഗിൾ എന്ന് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇപ്പം ഞാനൊരു 5 ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ 50 ഡിഗ്രി റൊട്ടേറ്റ്, അത് എക്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കിത് ചെറുതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇനി വൈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെയാണ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി എക്സ് ആൻഡ് വൈ ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യണം. അതായത് എക്സ് ആൻഡ് വൈ റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3D മോഷൻ ആക്ച്വലി വരുന്നില്ല, 3D എന്ന് പറഞ്ഞ രീതിയിൽ ആക്ച്വലി വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ വിട്ട് ചേഞ്ച് ആയിട്ടുള്ള പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു 3D തിങ്സിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഒരു ഷെയ്ഡ് വരുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് റൊട്ടേറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് 2D പ്യുവർ 2D ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ വിട്ട് ആൻഡ് ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാനൊരു 90 എന്ന് കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ അകത്തൊന്നും കാണാൻ പറ്റത്തില്ല, കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി 80 എന്ന് കൊടുക്കുവാണെങ്കിലോ ഒരു ലൈൻ, ചെറുതായിട്ടൊരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ. ഓക്കെ, കാരണം സാധാരണ 3D ഒബ്ജക്റ്റുകൾ എന്നൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈറ്റ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പം ആ ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ആയിട്ടുള്ളതായിട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഇവിടെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്നുമില്ല, ജസ്റ്റ് 2D ഒബ്ജക്റ്റ് മാത്രമാണ്. അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി റൊട്ടേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് എക്സ് ആൻഡ് വൈ റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ 3Dയിൽ വരുന്ന കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. റൊട്ടേറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. 80 ഡിഗ്രി എന്ന് കൊടുത്താൽ ഇങ്ങനെ റൊട്ടേറ്റ് ആയിരിക്കും. 90 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫാൾട്ട് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഡിഫാൾട്ട് ആയിട്ടുള്ള പൊസിഷനിലായി തന്നെ ഇരിക്കുക. 180 എന്ന് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡിഫാൾട്ട് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. ഓക്കെ, ഡിഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി റൊട്ടേറ്റ് ആവുന്നുണ്ട്, ബട്ട് 180ലും 90ലും 0ലും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി റൊട്ടേഷൻ വരണമെങ്കിൽ ഒരു 50 px അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, സോ നമ്മളിപ്പോൾ എത്ര പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്? റൊട്ടേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, സ്കെയില്, സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്കത് ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, സോ നമുക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ട്രാൻസ്ലേറ്റിന്റെ വാല്യൂ എപ്പോഴും നമ്മൾ 50 px 100 px അങ്ങനെ പിക്സൽസിലോ പെർസെൻറ്റേജിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ട്രാൻസ്ലേറ്റ് കൊടുക്കാറ്. ഓക്കെ, ഓക്കെ, ട്രാൻസ്ലേറ്റ് എക്സ് ആൻഡ് വൈ ഉണ്ട്, അത് 3Dയിൽ വരുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഇപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ട്രാൻസ്ലേറ്റിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഇതുപോലെയാണ്. ഒരു 100 പിക്സൽസ് ആഡ് ചെയ്യുകയെന്ന് വിചാരിക്കാം. ഓക്കെ, 100 പിക്സൽസ് ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് നമുക്ക് എക്സ് ആൻഡ് വൈയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ട്രാൻസ്ലേറ്റ് ഒരുമിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം. 100 പിക്സൽസ് ഓക്കെ, മുകളിൽ നിന്ന് താഴേക്കും 100 പിക്സൽസ് മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യാനും, ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, 500 പിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ആദ്യത്തെ വാല്യൂ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ താഴേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ അതിന്റെ ഒറിജിനൽ പൊസിഷൻ എവിടെയാണോ അവിടെ നിന്ന് ആ ഒരു എലമെന്റിനെ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്. എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഡിവിഷന് തന്നെ വേണമെന്നില്ല, ഇൻപുട്ട് ആണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്ത് കാര്യമാണെങ്കിലും അതിനെല്ലാത്തിനും ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ട്രാൻസ്ലേറ്റിലും ഉണ്ട് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ്. അത് 3Dയിൽ വരുന്ന കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ട്രാൻസ്ലേറ്റ് എക്സ് എങ്ങനെയാണെന്ന്. ഓക്കെ, 500 px വരെ നമുക്ക് 100 പിക്സൽസ് കൊടുക്കാം. 3Dയിൽ വരുന്ന കോൺസെപ്റ്റുകൾ ശരിക്കും ഇത് 2D ഒബ്ജക്റ്റിൽ 3D അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അതിന്റെ വിട്ട് ചേഞ്ച് ചെയ്യുന്ന ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുണ്ട്. ഇനി ട്രാൻസ്ലേറ്റ് വൈ എന്ന് പറഞ്ഞ് ഉപയോഗിക്കണം. വൈ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് മാത്രമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് മാത്രമായിട്ട് കൊടുക്കാനായിട്ട് ട്രാൻസ്ലേറ്റ് വൈ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഓക്കെ, സോ അതാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്ച്വലി ഇതിന്റെ എല്ലാത്തിനെയും മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഇത് എല്ലാ പ്രോപ്പർട്ടി ഒരേ ഇതിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഉദാഹരണത്തിന്
മെട്രിക്സ്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചത്, അതായത് മുമ്പ് പഠിച്ചിട്ടുള്ള എല്ലാ ട്രാൻസ്ലേറ്റ് പ്രോപ്പർട്ടീസും ഒരുമിച്ചാണ് മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ വരുന്നത്. സോ നമ്മൾ പഠിച്ച ഏകദേശം അതേ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. ആദ്യം സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, വീണ്ടും സ്ക്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അതിനുശേഷം നമ്മൾ സ്ക്യൂ എക്സ് ആൻഡ് വൈ ഉണ്ടെങ്കിൽ, അതായത് എക്സ് ആൻഡ് വൈ രണ്ടും ഒരുമിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം സ്കെയിൽ എക്സ്, അതുപോലെ സ്ക്യൂ എക്സ്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി, അവസാനമായിട്ട് പഠിക്കുന്ന പ്രോപ്പർട്ടി മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അത് മുമ്പ് പഠിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഒരുമിച്ച് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെട്രിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, സോ മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഇതിന്റെ ഒരു സിൻടാക്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ജസ്റ്റ് ഇവിടെ അതിന്റെ സിൻടാക്സ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് മെട്രിക്സിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന്റെ സൈസ് കുറച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പം മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. സോ ഇതിന്റെ പ്രോപ്പർട്ടി, ഇതിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്കെയിൽ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും വരുന്നത്. അതിനുശേഷം സ്ക്യൂ വൈ എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, സ്കെയില് സ്ക്യൂ, വീണ്ടും സ്ക്യൂ സ്കെയിൽ, ആ ഒരു ഈ ഓർഡറിലാണ് ഇത് വരുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ സ്കെയില് അതിന്റെ ഇൻ ബിറ്റ്വീൻ വൈ എക്സ് എന്ന് പറഞ്ഞ രണ്ട് സ്ക്യൂ വാല്യൂസ് ഉണ്ടാവും. അതിനുശേഷം സ്കെയിൽ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ 20 ഡിഗ്രി എന്ന് അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ പാടത്തില്ല. നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് എത്ര വാല്യൂസ് ആണോ കൊടുക്കേണ്ട ആ വാല്യൂസ് അതേപോലെ തന്നെ കൊടുക്കുവാണ്. ഓക്കെ, അതായത് സ്കെയിലിന്റെ സ്ഥാനത്ത് ഇത് ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, സാധാരണ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ അകത്തല്ലേ വാല്യൂസ് കൊടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കണം. ഓക്കെ, ഡിഗ്രിയിൽ കൊടുക്കണമെങ്കിൽ ഇപ്പം 7, 8 എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം ഡിഗ്രി എന്ന് പറഞ്ഞ് ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാല്യൂസും കൊടുക്കാം. ഡിഗ്രി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, DG എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. സാധാരണ നമ്മൾ ഇപ്പൊ സ്ക്യൂ മാത്രമായിട്ടാണെങ്കിലും ഡിഗ്രി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് വരുന്നതായിരിക്കും. ബട്ട് ചില ബ്രൗസറിൽ ഡിഗ്രി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് വരത്തില്ല, എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാറ്. ഓക്കെ, ഡിഗ്രി എന്ന് പറഞ്ഞ വാല്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ വാല്യൂസ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ആദ്യം കൊടുക്കുന്ന വാല്യൂ സ്കെയിലായിരിക്കും, പിന്നെ സ്ക്യൂ ആയിരിക്കും, പിന്നെ സ്ക്യൂ വൈ, സ്ക്യൂ എക്സ്, അതിനുശേഷം സ്കെയിൽ വൈ, പിന്നെ ട്രാൻസ്ലേറ്റ് വൈ. ഓക്കെ, ഇങ്ങനെയാണ് മെട്രിക്സ് പ്രോപ്പർട്ടി വർക്ക് ആവുന്നത്. സോ മെട്രിക്സ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ CSS ലുള്ള 3D ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും.